റസൂലുള്ളാഹി തങ്ങൾക്ക് എതിരായിട്ടോ എൻ്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തതിന് അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു റസൂലുള്ളാഹി തങ്ങളുടെ മൗലയാണ്. അല്ലാഹു ഹബീബിന്റെ സംരക്ഷണം അല്ലാഹു ചെയ്യും. പിന്നെ ആര്? ജിബ്രീൽ അലൈഹിസ്സലാമും ഹബീബിന്റെ മൗലയാണ്. ഹബീബായ നബി തങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ജിബ്രീൽ എന്നവരുണ്ട്. പക്ഷെ അള്ളാഹിന്റെ സംരക്ഷണം പോലെയല്ല. ജിബ്രീൽ അള്ളാഹുവിന്റെ അടിമയാണ്. പക്ഷേ അവർക്കും അള്ളാഹു ഹിഫ്ദ് ചെയ്യാനുള്ള കഴിവ് കൊടുത്തു. പിന്നെ പറഞ്ഞു വസ്വാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ സ്വാലിഹീങ്ങളും എൻ്റെ റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുക്കും. അള്ളാഹുവാണ് പറയുന്നത്. സംരക്ഷണം പറയാൻ പറ്റുമോ? ഖുർആനല്ലേ പറയുന്നത്. അല്ലാഹു സംരക്ഷണം കൊടുക്കും. പിന്നെ ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. വസ്വാലിഹുൽ മുഅ്മിനീൻ, അവിടെ തഫ്സീർ കാണും. അബൂബക്കറിൻ വഉമർ, അബൂബക്കർ എന്നവരും ഉമർ എന്നവരുമാണ് സ്വാലിഹുൽ മുഅ്മിനീൻ. പക്ഷേ ഇമാം ഖുർതുബി, ഇമാം തബരി ഇവരൊക്കെ ഉദ്ധരിക്കുന്ന വിവിധ റിവായത്തുകളിൽ കാണാം ഈ ഉമ്മത്തിലെ എല്ലാ സ്വാലിഹീങ്ങളും അതിൽപ്പെടും. അവരൊക്കെ എൻ്റെ ഹബീബിന്റെ മൗലകളാണ്. എൻ്റെ മൗലക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് അടിമ അല്ലെങ്കിൽ ഖാദിം എന്നർത്ഥം വരും, ഉടമസ്ഥൻ എന്നും അർത്ഥം വരും, സയ്യിദ് എന്ന അർത്ഥവും വരും. രണ്ടിനും മൗല എന്ന് പറയും. കഴിഞ്ഞില്ല. ഇവര് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകളും എൻ്റെ റസൂലിന് സംരക്ഷണം കൊടുക്കും. അതുകൊണ്ട് ഹഫ്സ ബീവി, ആയിഷ ബീവി, നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. നിങ്ങളുടെ തന്ത്രങ്ങളുടെ ഹബീബിന്റെ കൂടെ നടക്കില്ല. അത് മാരിയത്തുൽ ഖിബ്തിയ ബീവി എന്ന അടിമ സ്ത്രീയായിരുന്ന ഹബീബായ നബി തങ്ങൾക്ക് ഇബ്രാഹിം എന്ന മോന് ജനിച്ച അലൈഹിസ്സലാം, ആ കൊച്ചുമോൻ ജനിച്ച ഉമ്മയുടെ വിഷയത്തിൽ ഒരു സ്വാഭാവികമായും ഭാര്യമാർക്ക് തോന്നുന്ന ഒരു അസൂയയുടെ വാക്കുകൾ ഹഫ്സ ബീവിയും ആയിഷ ബീവിയും പറഞ്ഞതിനെ കുറിച്ചാണ് ആയത്തിറങ്ങുന്നത്. ഇബ്നു അബ്ബാസ് എന്ന് ചോദിച്ചു, അമീറുൽ മുഅ്മിനീനെ ഉമർ എന്നവരെ ആരാണ് ഈ രണ്ടുപേർ? അവർ രണ്ടുപേരും എൻ്റെ റസൂലിന് എതിര് നിൽക്കുകയാണെങ്കിൽ എൻ്റെ റസൂലിന് അല്ലാഹു സംരക്ഷകനാണ്, ജിബ്രീൽ അലൈഹിസ്സലാം സംരക്ഷകരാണ്, മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ സംരക്ഷകരാണ്. വൽ മലായികതു ബഅദ ദാലിക ളഹീർ, മുഅ്മിനീങ്ങൾ കഴിഞ്ഞ മലക്കുകൾ, രണ്ട് മലക്കുകളുടെ ഇടയിലാണ് മുഅ്മിനീങ്ങളുടെ സ്ഥാനം വന്നത്. അല്ലാഹു പറഞ്ഞു ജിബ്രീൽ തന്നെ, പിന്നെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾ, പിന്നെ പറഞ്ഞു മലക്കുകൾ. അതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പറയാ, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ മലക്കുകളുടെയും മീതെ അല്ലാഹു സ്ഥാനം കൊടുത്ത ആൾക്കാരാണ്. ഇദാ റഅയ്തും റജുല യഅതാദുൽ മസ്ജിദ് ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് നിരന്തരം നടന്നു വരികയും അല്ലാഹുവിന്റെ മസ്ജിദുമായി അത്രയും ഇടപഴകി ജീവിക്കുകയും ജമാഅത്തുകൾക്ക് പള്ളിയിലെത്തുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ ആ മനുഷ്യന് ഈമാനുണ്ട് എന്ന് നിങ്ങൾ സാക്ഷി നിന്നോളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ മനുഷ്യന്മാർ നമ്മൾ അവരെ നിന്നും ബുദ്ധിമുട്ടാക്കാൻ പോകരുത്. അവരൊരു പക്ഷേ മലക്കുകളെക്കാളും മീതയായിരിക്കും. സ്വാലിഹുൽ മുഅ്മിനീൻ വൽ മലായികതു ബഅദ ദാലിക ളഹീർ, മുഅ്മിനീങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ മലക്കുകൾ മൊത്തത്തിൽ അല്ലാഹു മെൻഷൻ ചെയ്യുന്നത്. മലക്കുകളും ഹബീബായ നബി തങ്ങൾക്ക് സാക്ഷികളാണ്. വല്ലാത്തൊരു ആയത്താണിത്. ഉമർ തങ്ങളോട് ചോദിച്ചു ഇബ്നു അബ്ബാസ് എന്നവരെ, ഈ രണ്ട് പെണ്ണുങ്ങൾ ആരാണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നപ്പോഴാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ന ഹബറുൽ ഉമ്മക്ക് ആ രണ്ടുപേർ, ഒന്ന് എൻ്റെ മോളെന്നെ ഹഫ്സയാണ്, മറ്റൊന്ന് സിദ്ദീഖ് തങ്ങളുടെ മോള് ആയിഷ ബീവി, ഇവരുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയതെന്ന് പറഞ്ഞ് ദീർഘമായ ഒരു ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന, സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന വലിയൊരു മഹത്വം അല്ലാഹു അവരെ ഏറ്റെടുക്കും. രണ്ട്, ഈ ഉമ്മത്തിന് സംരക്ഷണമാണവർ. അതുകൊണ്ടാണ് ചില സ്വാലിഹീങ്ങളൊക്കെ മരിച്ചുപോയാൽ ആ നാട്ടിൽ പിന്നെ കുഴപ്പമുണ്ടാവും. അതുവരെ ഒരു പ്രശ്നമില്ലാണ്ട് നടക്കുന്ന മഹല്ല് ജമാഅത്തുകൾ, ഏതെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യരെ നാട്ടിൽ നിന്ന് മരിച്ചുപോയാൽ അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ അടിപിടിയായിരിക്കും. എന്തേ? ഏതോ ചില സജ്ജനങ്ങൾ അല്ലാഹുവിന്റെ കാവലായി ആ മഹല്ലിനുണ്ടായിരുന്നവർ പോയി കഴിഞ്ഞിട്ടുണ്ട്. അസ്ഹാബി
അമനത്തുൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾക്ക് സംരക്ഷണമാണ് എന്റെ സ്വഹാബികൾ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഹദീസ് നമ്മൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ അന്നുജൂം അമനത്തുസ് സമാ, ആകാശത്തിന്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ഫഇദാ ദഹബത്തിൻ നുജൂം, നക്ഷത്രങ്ങളെ കാണാതെയായാൽ അത്തസ്സമാഅ മാ യുഅദ്, ഖിയാമത്ത് നാൾ വരുമെന്നാണ്. എന്ന പോലെ ഈ സ്വാലിഹീങ്ങൾ വല്ലാത്തൊരു സംരക്ഷണം. ഇത് കണ്ണിൽ കാണാൻ പറ്റാത്തൊരു സംഭവം നമ്മൾ ഈ പറയുന്നത്, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ആത്മീയ ലോകത്ത് നടക്കുന്ന ഒരു വിഷയമാണ്. فإن الله مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. ചെറിയ മക്കളൊക്കെ പോയി സ്പൈഡർമാന്, മറ്റേ മാന്, ബാറ്റ്മാന് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ഇൻവിസിബിൾ കഴിവുകൾ കാണിക്കുന്ന ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരുടെ ഗെയിം, ആ വീഡിയോ അങ്ങനത്തെ കാണും. എന്താ വെച്ചാൽ അവര് ഒന്ന് എന്തോ ചെയ്യുമ്പോഴേക്കും അവിടെ പെട്ടെന്നൊരു സംഭവം നടക്കുന്നു, അവർ പറക്കുന്നു, ഇറങ്ങുന്നു, ലാൻഡ് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു, അവര് ജയിക്കുന്നു. അവരാര് അറ്റാക്ക് ചെയ്താൽ അവർക്കൊന്നും പറ്റുന്നില്ല. ഇതൊക്കെ കാണും കുട്ടികൾ ഭയങ്കര കൗതുകമാണ്. സത്യത്തിൽ അത് ഏതെങ്കിലും ഒരു ലോകത്ത് നടക്കുമോ? മനുഷ്യന്മാരുടെ സ്വാഭാവിക ലോകത്ത് ഇല്ല. നാലാളെ തല്ലാൻ വന്ന തല്ലുകൊള്ളന് വേണ്ടി വരില്ലേ? അവിടെ എന്തെങ്കിലും കാണിച്ചൊരു സാധനം ചിപ്പ് തുറക്കുന്നു, ലൈറ്റിനെ ഫ്ലാഷ് ചെയ്യുന്നു, അപ്പൊ പൊങ്ങിപ്പോകുന്നു, ഒരു എയർക്രാഫ്റ്റ് ഒക്കെ നടക്കുമോ ലോകത്ത്? പക്ഷെ കുട്ടികൾക്ക് ഈ ഫാന്റസി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ നടന്നാൽ ഭയങ്കര രസമായിരിക്കില്ലേ? ചില ട്രഷറുകൾ, ചില ഖസാനകൾ, ചില അത്ഭുതകരമായ ഡിവൈസുകൾ അത് കയ്യിൽ കൊണ്ടുവരുന്ന ഒരു മാജിക്കൽ പവർ കിട്ടും. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. ഒരു ഫാന്റസിയാണ്, നടക്കൂല, ഉറപ്പാണ് നടക്കൂല. പക്ഷേ അത് കൗതുകമാണ്. കുട്ടികളോട് പറയണേ, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളിൽ മറ്റാർക്കുമില്ലാത്ത സിദ്ധികൾ അള്ളാഹു നിങ്ങൾക്ക് നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൂനു സ്വാലിഹീൻ, സജ്ജനങ്ങളായി ജീവിച്ചോളൂ. അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നന്മ തുടങ്ങുന്നത് നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നിന്നാണ്, പിന്നെ നമ്മുടെ അമലുകളിലൂടെയാണ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ. പല ഘട്ടങ്ങളിലും നിങ്ങളെ അല്ലാഹു വഹുവ യതവല്ല സ്വാലിഹീൻ, സജ്ജനങ്ങളെ അല്ലാഹു ഏറ്റെടുക്കുന്നു. ആ വിലായത്ത് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മക്കളെ, ബാറ്റ്മാൻ ഒന്നും ആവാൻ നടക്കൂല. അതൊന്നും ദാറ്റ്സ് ഇംപോസിബിൾ. അങ്ങനെ സംഭവമില്ല. എന്ത് ചെയ്യാ? ഒന്നാന്തരം മുഅ്മിനായി മാറിക്കോളൂ, സ്വാലിഹായി മാറിക്കോളൂ. അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുക, അല്ലാഹുവിനെ അനുസരിക്കുക. നമ്മുടെ നിസ്കാരവും നമ്മുടെ ഇബാദത്തും നാവുകൾ ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നാവിൽ നിന്ന് ദിക്ർ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം. ചുണ്ടുകൾ ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും, അവരിലൂടെയൊക്കെ നമുക്ക് സ്വലാഹ് കണ്ടാൽ അവരിൽ നിന്ന് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. സജ്ജനങ്ങൾ, അവരെ പേടിക്കണം, സജ്ജനങ്ങളെ ഭയപ്പെടണം. ഒരുപാട് പ്രായമുള്ള ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. ഹസൈനാരാജിയോടെ അവിടെ ഇരിക്കുന്നില്ല. ഹസൈനാരാജിയല്ലേ? ആ, മാഷാ. ഈ കുന്നിന്റെ മുകളിലാണ് ഒരു പുര അല്ലേ, ബാക്കിൽ. എല്ലാ വക്തിനും മഹാനവറുകളെ പള്ളിയിലേക്ക് എത്തുന്നു. എന്തൊരു വലിയ സൗഭാഗ്യമാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഹസൈനാജ് കൂളായിട്ട് പെപ്സിയെ കുടിക്കുന്നു, 7up. എനിക്ക് കുടിക്കാൻ പോയില്ലേ, ഷുഗർ ആവും, അതാവും. ഹസൈനാജ് കൂൾ, അൽഹംദുലില്ലാ. ആ ആരോഗ്യം അള്ളാഹു കൊടുക്കുന്ന സംരക്ഷണമാണ്. അള്ളാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഹുവ യതവല്ല സ്വാലിഹീൻ, സജ്ജനങ്ങളെ അള്ളാഹു ഏറ്റെടുക്കുന്ന, അള്ളാഹു അവരെ ഏറ്റെടുക്കും. ഭയങ്കരമായ അള്ളാഹുവിന്റെ വാക്കല്ലേ അത്. ഇസ്തഹീ മിനല്ലാഹി ഇസ്തിഹ്യാഅക മിൻ റജുലൈനി മിൻ സാലിഹി അശീറതിക, നിങ്ങളുടെ കുടുംബത്തിലെ 2 നല്ല മനുഷ്യന്മാരെ നിങ്ങൾ ഭയപ്പെടുന്ന പോലെ എങ്കിലും നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് നാണിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാണൂലേ? ഒരു മനുഷ്യൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ, ഒരു ആലിമ്, ഒരു പണ്ഡിതൻ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യൂല. അത്രയെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് നാണം വേണ്ടേ? യാ അല്ലാഹ്, ഹബീബായ നബി ഞങ്ങൾ പറയാം, ഇസ്തഹീ മിനല്ലാഹ്, തിന്മകൾ ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ നാണിക്കണമേ, റബ്ബിൽ നിന്ന് ലജ്ജ കാണിക്കണേ. ഇസ്തിഹ്യാഅക മിൻ റജുലൈനി മിൻ സ്വാലിഹി അശീറ
അശീറതിക്, നിങ്ങളുടെ പരിചയങ്ങളിലെ കുടുംബങ്ങളിലെ രണ്ട് നല്ല മനുഷ്യന്മാരെ കാണുമ്പോഴെങ്കിലും നിങ്ങൾ കാണിക്കുന്ന ഭവ്യത, അത്തരമൊരു ബഹുമാനം, അത്തരത്തിലൊരു റെസ്പെക്റ്റ് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കണമേ. അള്ളാഹുവിന്റെ കരുണ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന് സജ്ജനങ്ങളായി സ്വാലിഹീങ്ങളായി ജീവിച്ചേ പറ്റൂ. അപ്പോഴാണ് അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നത്. വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സ്വാലിഹീൻ. അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അവർക്ക് നാം നമ്മുടെ റഹ്മത്ത് കൊടുത്തു. അള്ളാഹുവിന്റെ കരുണ ലഭിക്കും എപ്പോഴേ നമ്മുടെ മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം ശരിയായാൽ, അവരുമായി നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ വർത്തമാനം, നമ്മുടെ ഇടപഴകലുകൾ, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ഇടപെടുന്നത് അത് അല്ലാഹു തൃപ്തിപ്പെടുന്ന പോലെയാണെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നത് കാണാം. നമ്മുടെ ഭാര്യയോട്, മക്കളോട്, കൂടെയുള്ള ആളുകളോട്, നാട്ടുകാരോട്, മനുഷ്യരോട്, സഹജീവികളോട്, ജന്തുക്കളോട്, മിണ്ടാപ്രാണികളോട് നിങ്ങൾക്ക് കരുണയുണ്ടോ, നിങ്ങൾ സ്വാലിഹീങ്ങളിൽ പെടും. ഇതൊക്കെ എപ്പൊന്നറിയോ? നമ്മുടെ ഫർളെല്ലാം നിർവഹിച്ചതിന് ശേഷം നിസ്കാരം ഉപേക്ഷിക്കുന്നത് അതിന് എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. നോമ്പെടുക്കാതിരിക്കുന്നത്, റമദാൻ, ഹജ്ജോ സകാത്തോ നിർബന്ധമായവർ അത് ചെയ്യാതിരിക്കുന്നത്, ആ നിർബന്ധത്തെ ഒരിക്കലും മറ്റൊരു സുന്നത്ത് കൊണ്ട് പരിഹരിക്കുക സാധ്യമല്ല. അതെല്ലാം കഴിഞ്ഞ് സുന്നത്തെടുത്ത്, സുന്നത്തായ നിബിധങ്ങളുടെ ചര്യകൾ എടുത്ത് അള്ളാഹുലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റഹ്മത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. വഅദ്ഖൽനാഹും ഫീ റഹ്മതിനാ ഇന്നഹും മിനസ് സ്വാലിഹീൻ. അവരെല്ലാം നമ്മുടെ റഹ്മത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചു. കാരണം അവരെല്ലാം സ്വാലിഹീങ്ങളായിരുന്നു. ഇന്നഹും മിനസ് സ്വാലിഹീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറഹ്മതി വസിഅത് കുല്ല ശൈ فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. سورة الأعراف 156. بسم الله الرحمن الرحيم. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك. ആയത്ത് അതിന്റെ മുമ്പ് ശേഷമുള്ളതൊക്കെ ഞാൻ അങ്ങ് ഓതുകയാണ്. ഒന്നുമല്ല, ഖുർആൻ കേൾക്കുന്നതൊരു ഇബാദത്താണ്. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അല്ലാഹുവിന്റെ കലാമല്ല, നമുക്ക് കേട്ടിരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك. قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. الذين يتبعون النبي الأمي الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം സർവവ്യാപിയാണ്, എന്റെ കാരുണ്യം എല്ലാറ്റിനേക്കാളും അതീതമാണ്. റഹ്മത്ത് റമളാനിൽ മാത്രമല്ല, റമളാന്റെ ആദ്യത്തെ 10 റഹ്മത്തിന് അല്ലാഹു മാറ്റിവെച്ചതെന്ന് പറയുമ്പോഴും റമളാൻ കഴിഞ്ഞാലും റഹ്മത്തുണ്ട് അല്ലേ? പള്ളിയിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, റഹ്മത്തിന്റെ വാതിൽ തുറന്നുതാ റബ്ബേ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും ഔദാര്യവും ചോദിക്കുക. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അള്ളാഹുവിന്റെ ഫضലും ഔദാര്യവും ചോദിക്കുക. എന്റെ ഔദാര്യം സർവവ്യാപിയാണ്, എന്റെ ഔദാര്യം, എന്റെ റഹ്മത്ത് എല്ലാറ്റിനേക്കാളും വിശാലതയിലാണ്. ഫസഅക്തുബുഹാ, ആർക്കാണ് ഞാൻ എന്റെ റഹ്മത്ത് നിശ്ചയിച്ചു വെച്ചത്? ആർക്കാന്നറിയോ? ലില്ലദീന യത്തഖൂൻ, ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും എന്റെ അല്ലാഹു എന്നെ കാണുന്നുവല്ലോ എന്ന് ചിന്തിക്കുന്നവർ. എന്റെ റബ്ബ് ഇത് കാണുന്നുണ്ടല്ലോ. എപ്പോഴും ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ അങ്ങനെ ജീവിക്കാവൂ. CC ക്യാമറ ഒന്നും നോക്കണ്ട, അത് വർക്ക് ചെയ്താവില്ലെങ്കിലും അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുക. നമുക്കതേ വേണ്ടു. നമ്മളുടെ അൽ വാസിഉ ദാഖിലി, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അതിന്റെ പ്രചോദനം അല്ലാഹുവാണ്. എന്ത് ചെയ്യാൻ? നിങ്ങളൊരു കാര്യത്തിൽ മറച്ചു പിടിക്കാം, അത് ഹൈഡ് ചെയ്യാം, അത് ഫേക്ക് ഐഡിയിൽ ചെയ്യാം. നിങ്ങളുടെ എംപ്ലോയറെ പറ്റിക്കാൻ പറ്റും, അവർക്ക് ഫോർജ് ചെയ്തിട്ട് ചില ഡോക്യുമെന്റ് കൊടുക്കും. ഇതൊക്കെ ചെയ്താലും ആര് പിടിക്കും? അല്ലാഹു എന്ന കസ്റ്റംസ്, മലക്കുകൾ, അവിടുത്തെ ജോലിക്കാർ, അവിടുത്തെ എംപ്ലോയീസ്, അവരെ ബ്രൈബ് ചെയ്യാൻ പറ്റില്ല, അവരെ മസ്കടിച്ച് നിർത്താനും പറ്റൂല. മലക്കുകൾ പിടിക്കും, അല്ലാഹുവിന്റെ കോടതിയിലെത്തും. അതുകൊണ്ട് ഞാൻ ഈ തിന്മ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ വഴിപ്പെടുകയാണ്. ആണ് മുത്തഖീങ്ങൾ. അതാവാൻ വല്ല പ്രയാസമുണ്ടോ? അത് ചെറുപ്പക്കാരുടെ സംഘടനയാണ്, ഇവിടുത്തെ യുവജന സംഘമാണ് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു നന്മ ഈ യുവജനങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുവെന്നതാണ്. അതുകൊണ്ട് മയക്കുമരുന്നിലേക്കും ലഹരിയിലേക്കും തിന്മകളിലേക്കും നമ്മുടെ മക്കൾ പോകാതെ അവരെ പിടിച്ചു നിർത്താൻ നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിലുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇഹ്യാ ഉസ്സുന്ന, ഇവിടുത്തെ സുന്നി യുവജന സംഘത്തെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആർക്കാണ് അല്ലാഹു റഹ്മത്ത് രേഖപ്പെടുത്തി വെക്കുന്നത്? ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ വയുഅ്തൂന അസ്സകാഹ്. മുതലാളിമാർ സകാത്ത് കൊടുക്കണം, സകാത്ത് കൊടുക്കേണ്ടവർ സകാത്ത് കൊടുക്കണം. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, ആരൊക്കെയാണോ എന്റെ ദൃഷ്ടാന്തങ്ങളെ മുറുകെ പിടിക്കുന്നത്, എന്റെ ദൃഷ്ടാന്തങ്ങളിൽ മനസ്സുറച്ച് ഈമാനുള്ളവർ, അവർക്കും എന്റെ റഹ്മത്ത് ഞാൻ നൽകും. അപ്പൊ സജ്ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നു, അള്ളാഹു ഏറ്റെടുക്കുന്നു, അള്ളാഹു സംരക്ഷകനാണ് എന്ന് റസൂലുള്ളാഹിക്ക് വേണ്ടി പറഞ്ഞവരിൽ മുഅ്മിനീങ്ങളെ വരെ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുമായി ഒരു ആത്മീയ ബന്ധമായി إن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. നിങ്ങൾ ഇവിടെ പുത്തൂര് നിൽക്കുകയാണെങ്കിലും മംഗലാപുരത്തിനടുത്ത് കർണാടകയിലാണ് നിങ്ങൾ ഉള്ളത്, മദീനയിലുള്ള അഷ്റഫുൽ ഖൽഖുമായി നിങ്ങൾക്ക് ആത്മീയ ബന്ധമുണ്ട്, നിങ്ങൾ സ്വാലിഹീങ്ങളാണെങ്കിൽ. നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വല്ലിപ്പമാർ, വല്യമ്മമാർ അവരുടെ വീടുകളിൽ, അവരുടെ റൂമിൽ, മുസല്ലയിൽ ഇരുന്ന് തസ്ബീഹും ദിക്റും സ്വലാത്തും ചൊല്ലുമ്പോ ഹബീബായ നബി തങ്ങളുടെ മൗലയാണ് എന്ന് പറഞ്ഞവരിൽ ആ മഹത്വത്തിലേക്ക് അവർ ഉയരുകയാണ്. ഇതിലപ്പുറം എന്താ വേണ്ടത്? അവരുടെ ഐഡന്റിറ്റി കാർഡ് നോക്കിയാൽ മൗല റസൂലില്ല, ഹബീബായ നബിയുടെ മൗലയാണ് എന്ന് രേഖപ്പെടുകയാണെങ്കിൽ ഇതിലും വലിയ സൗഭാഗ്യം എന്താണ്? സ്വാലിഹുൽ മുഅ്മിനീൻ ഹബീബിന്റെ കൂടെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും സംരക്ഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് അല്ലാഹു നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രമാണ്. നമ്മളെപ്പോഴും ആശങ്കപ്പെടുന്നതാണ്, എന്താവും നമ്മുടെ രാജ്യം, എന്താവും നമ്മുടെ നാട്. ഒന്നും ആവാൻ പോണില്ല. ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകും, അടുത്ത തലമുറ വരും, അവര് മരിച്ചു പോകും, അടുത്ത തലമുറ വരും. ആ സമൂഹം എന്തർഹിക്കുന്നുവോ അത് അല്ലാഹു കൊടുക്കും. അത്രേ ഉള്ളൂ. ഇവിടെ ആർക്കും വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ വലിയ ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞത്.
അള്ളാഹുവിന്റെ തീരുമാനം ഇവിടെ നടക്കുന്നു. പടച്ചു തമ്പുരാൻ ഒരു ദുൽമിനെയോ ഒരു ബാത്തുലിനെയോ അള്ളാഹു തആല കുറെ നേരം കൊണ്ട് നടക്കൂല. പരീക്ഷണം. മൂസാ നബി 60 കൊല്ലം സഹിച്ചിട്ടുണ്ട് ഫിർഔനിനെ. എത്ര കൊല്ലം? 60 കൊല്ലം. അള്ളാഹു ഈ ചങ്ങായിനെ ഒന്ന് നശിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് 60 കൊല്ലം കഴിഞ്ഞിട്ടാ അവൻ വെള്ളത്തിൽ മുങ്ങണത്. 60 കൊല്ലം. നമുക്ക് ക്ഷമ വരുമോ? നമ്മൾ ഇന്ന് വരുന്ന നാളെ നേരം വെളുക്കും പിന്നെ പത്രത്തിൽ കാണാൻ നമ്മൾ ഉദ്ദേശിക്കുക. അതൊന്നും നടക്കൂല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത്, അവൻ ഉദ്ദേശിക്കുന്ന ഒരു നേരത്ത്, അവൻ ഉദ്ദേശിക്കുന്ന കാലത്ത് ആ വിഷയം നടക്കും. പക്ഷെ അള്ളാഹു ചെയ്തിരിക്കും. ഉറങ്ങുമ്പോ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ ബെഡിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു ദിക്ർ ചൊല്ലുന്നുണ്ട്. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ. ചൊല്ലാറില്ലേ? പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ മക്കൾക്കൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഉറങ്ങാൻ കിടത്തുമ്പോ ചൊല്ലിപ്പിക്കുക. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടിക്ക് വരെ ചൊല്ലിക്കൊടുക്കാം. ബിസ്മിക റബ്ബി. ഇത് മുഴുവൻ പറയാൻ നല്ല രസമായിരിക്കും കേൾക്കാൻ. അവർക്ക് ഈ ബിസ്മിക റബ്ബി എന്ന് ചൊല്ലാൻ അറിയില്ലല്ലോ, ചെറിയ മക്കളല്ലേ. എന്നാലും ശീലിപ്പിച്ചു കൊടുക്കുക, നമ്മൾ ചൊല്ലിക്കൊടുക്കുക. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരം ഇവിടെ കിടത്തിയിരിക്കുകയാണ് റബ്ബേ ബെഡിൽ. വബിക അർഫഉഹു, നീ തരുന്ന കഴിവ് കൊണ്ട് മാത്രമേ ഈ കിടക്കുന്ന ശരീരത്തെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് കഴിയുള്ളൂ. അല്ലേ? ചിലപ്പോൾ ഉറക്കത്തിൽ സ്ട്രോക്ക് വരും, ഉറക്കത്തിൽ അറ്റാക്ക് വരും. എണീക്കാൻ പറ്റുമോ? നീ തരുന്ന കഴിവ് കൊണ്ട്. എത്ര ചെറുപ്പക്കാർ എന്നാ നല്ല ആരോഗ്യമാണ്, ജിമ്മൊക്കെ ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാർ ഉറക്കത്തിൽ മരിച്ചു. എന്തേ? അറ്റാക്കായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുട്ടികൾ ജിമ്മും എക്സസൈസും ഒക്കെ നല്ലതാണ്, ചെയ്യണേ. പക്ഷെ ഒരു കാര്യം പറയാം, അതുകൊണ്ട് ആയുസ് കൂടുമെന്ന് വിചാരിക്കണ്ട. അത് എഴുതി വെച്ചിട്ടുണ്ട്, പഠിച്ചോ, ആ ടൈമിൽ തന്നെ പോകും. പക്ഷേ ഉള്ള കാലം ആരോഗ്യത്തോടെ ജീവിക്കാം. അത്രേ ഉള്ളൂ. ജിമ്മൊക്കെ പോയാൽ ഞാൻ കുറേ കാലം ജീവിക്കും, അങ്ങനെ സംഭവമില്ല. അങ്ങനെ ഒന്നില്ല. വലിയ വലിയ ജിം ട്രെയിനർമാരുണ്ട് അറ്റാക്കായി മരിച്ചു പോകുന്നത്. നല്ല ഭക്ഷണം നിയന്ത്രിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അറ്റാക്കായി മരിക്കണില്ലേ? ഒരു മാംസം തിന്നൂല, ഒരു പൊരിച്ചതും കരിച്ചതും തിന്നൂല, അങ്ങനെ പച്ചക്കറി മാത്രം നിന്ന് ജീവിക്കുന്ന ആൾക്കാർ അറ്റാക്കായി മരിക്കുന്നില്ലേ? എന്താ അർത്ഥം? ആയുസ് അള്ളാന്റെ കയ്യിലാണ്, അത് മനുഷ്യന്മാരുടെ കയ്യിലല്ല. ആരോഗ്യം നിങ്ങൾക്ക് സംരക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഉള്ള കാലം ആരോഗ്യത്തിൽ ജീവിക്കാം. അത് നല്ലതാണ്, ചെയ്യണം. അള്ളാഹ് അത് ഇഷ്ടമാണ്. പക്ഷെ ആയുസ് അള്ളാന്റെ കയ്യിലാണ്. അതിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ വേണമെങ്കിൽ ഒരൊറ്റ കാര്യം നബി തങ്ങൾ പറഞ്ഞു, ഉമ്മാനെയും വാപ്പാനെയും കുടുംബത്തെയും നോക്കണം എന്ന ആയുസ് അള്ളാഹു നീട്ടിത്തരും. അല്ലേ? ആ ടൈമിന് തന്നെ പോണ്ടി വരും. ഓൺ ടൈമാണ് കുറച്ചവന്റെ പരിപാടികളൊക്കെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ റൂഹിനെ നീ എന്റെ ശരീരത്തിലേക്ക് തിരിച്ചു തരാതെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ എന്റെ നഫ്സിനോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. മരിക്കുകയാണെങ്കിൽ ചോനെ റഹ്മത്ത് കാണിക്കണേ. അത് പറഞ്ഞിട്ടാ ഉറങ്ങണത്. وَإِنَّ أَرْسَلْتَهَا فَاحْفَظْهَا بِمَا تَحْفَظُ بِهِ عِبَادَكَ الصَّالِحِينَ. അതല്ല, എന്റെ റൂഹിനെ എന്റെ ദേഹത്തേക്ക്, എന്റെ ദേഹിയെ നീ തിരിച്ചയക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ജീവൻ എനിക്ക് നീ നൽകുകയാണെങ്കിൽ ഫഹ്ഫളുഹാ, എന്റെ നാളത്തെ ദിവസം റബ്ബേ എന്റെ ശരീരം നീ സംരക്ഷിക്കണം. ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങൾക്ക് നീ സംരക്ഷണം കൊടുക്കുന്ന പോലെ അല്ലാഹുവേ എനിക്ക് നീ സംരക്ഷണം നൽകണമേ. എന്താണ് പറയേണ്ടത്? തങ്ങൾ എന്തിനാ ഹദീസ് പഠിപ്പിക്കുന്നത്? ആ ദുആ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കുന്നുണ്ട്, സ്വാലിഹീങ്ങൾക്ക്. ആ സംരക്ഷണം പടച്ചവനെ നീ എനിക്കും നൽകണമേ. സൂറത്തുൽ കഹ്ഫിൽ മതില് പൊളിഞ്ഞു വീണപ്പോ ആ മതില് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം, ഖിദ്ർ നബിയുടെ രസകരമായ ഒരു ചരിത്രം വരാനുണ്ട് വഴി ഇൻഷാ അല്ലാഹ്. ഖിദ്ർ നബി അലൈഹിസ്സലാം ആ മതില് നന്നാക്കി എടുക്കുന്നു. ഒരു ഫീസും അതിന് ഈടാക്കിയില്ല. മൂസാ നബി ചോദിക്കുന്നു, എന്തിനാ ഖിദ്ർ നബിയെ ഒരു പച്ചവെള്ളം പോലും തരാത്ത ഈ നാട്ടുകാർക്ക് എന്തിനാ ഒരു ഫ്രീ സർവീസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല കാശും വാങ്ങിച്ചിട്ട് നമുക്ക് ആ ഭക്ഷണം വാങ്ങിച്ചത് എന്നൂടെ? നമ്മൾ പട്ടിണി കിടക്കല്ലേ ഈ നാട്ടിൽ? അപ്പൊ തന്നെ ഖിദ്ർ നബി മൂസാ അലൈഹിസ്സലാം, നമ്മുടെ ഖരാർ ഇവിടെ പൊളിയുകയാണ്, നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കരുതെന്നാണ് നമ്മുടെ തമ്മിലുള്ള ഡിമാൻഡ്. നിങ്ങളത് ബ്രേക്ക് ചെയ്തു, അതുകൊണ്ട് നമ്മൾ പിരിയാണ്. എന്നിട്ട് ചരിത്രം പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ ആ മതില് നിവർത്തി വെച്ചത്?
وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا. നമ്മുടെ വളണ്ടിയേഴ്സ് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ? അവർ എണീറ്റ് കുടിക്കലൊക്കെ പ്രയാസമായിരിക്കും. അപ്പൊ ഒന്ന് ഇടയിലൂടെ അങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ വലിയ കൂലിയാണ് കേട്ടോ, ഭയങ്കര കൂലിയാണ്. സാധനം എടുത്തു കൊടുക്കുന്ന ആൾക്കും കൂലിയാണ്, അത് ഓഫർ ചെയ്യുന്ന ആൾക്കും കൂലിയാണ്, സെർവ് ചെയ്യുന്ന ആൾക്കും കൂലിയാണ്, എല്ലാവർക്കും വലിയ കൂലിയാണ്. ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളുടെ ഭാഗത്ത് പെണ്ണുങ്ങൾ വളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ചൂടുക്കുന്നുണ്ടോ ദാഹിക്കുന്നുണ്ടോ എന്നല്ല, നിങ്ങൾക്കൊക്കെ ദാഹം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അപ്പോ വെള്ളം 1, 2, 3 തവണയൊക്കെ നടന്നോട്ടെ. 2 മണിക്കൂറിന് ഒരു 3 തവണയെങ്കിലും വെള്ളം കുടിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അത് ആരൊക്കെയാണ് അതിന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇഹ്യാ സുന്നയുടെ പ്രവർത്തകർക്കും അതിനുവേണ്ടി ചെലവഴിക്കുന്നവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ആമീൻ. ആ മതിൽ ഞാൻ നിവർത്തി വെക്കാൻ കാരണം എന്തേ? ആ മതിലിന്റെ താഴെ യതീമുകളായ 2 കുട്ടികളുടെ സമ്പത്ത് അവരുടെ വാപ്പ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മതിലിങ്ങനെ പൊളിഞ്ഞു കിടന്ന നാട്ടുകാരത് കണ്ടാൽ അവരത് എടുത്തുകൊണ്ടുപോകും. അപ്പൊ ഈ മക്കൾക്ക് കിട്ടൂല, അത് അവർക്ക് കിട്ടണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. എന്തേ കാരണം? അതാണ് നമ്മുടെ വിഷയം. വകാന അബൂഹുമാ, എന്തായാലും ബാക്കി വകാന അബൂഹുമാ സ്വാലിഹാ. ഇവരുടെ വാപ്പ എത്രാമത്തെ വാപ്പ എന്നറിയോ? 7ാമത്തെ വാപ്പ, 7ാമത്തെ വലിയ വാപ്പ. അങ്ങനെയാണ് ജദ്ദുഹുമസ്സാബിഅ നമ്മുടെ തഫ്സീറിൽ കാണാൻ കഴിയും. അവിടെ 7ാമത്തെ വാപ്പ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. ആ വല്ലിപ്പയുടെ പേരക്കുട്ടികളായി വന്ന 7ാം തലമുറയാണിത്. ആ വല്ലിപ്പയുടെ ഗുണം ഈ മക്കൾക്ക് ലഭിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. വകാന അബൂഹുമാ സ്വാലിഹ്. പഴയ പോലെ തന്നെ വകാന അബൂഹുമാ സ്വാലിഹ്. وأما الجدار فكانت لغلامين يتيمين في المدينة. ഇതിന്റെ അത്ഭുതം ആ 2 കുട്ടികൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹുഫിളാ ബിസ്വലാഹി അബീഹിമാ. വാപ്പ നന്നായതിന്റെ പേരിൽ ഈ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടാതെ കിട്ടി. വലം യുദ്കർ അൻഹുമാ സ്വലാഹ. ഈ യതീം കുട്ടികൾ നല്ല മക്കളായിരുന്നു എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടില്ല. ആയിരിക്കാം, അല്ലായിരിക്കാം. ആ മക്കള് നല്ല മക്കളാണ്, അതുകൊണ്ട് ആ സമ്പത്ത് കിട്ടണം എന്ന് പറയേണ്ട ഒരു സ്ഥലമാണത്. പക്ഷെ അല്ലാഹു പറഞ്ഞത് മക്കളെ കുറിച്ചല്ല. അവര് നല്ലവരോ കുറ്റക്കേടോ ഒന്നും അറിയില്ല. അങ്ങനെയാണ്. വകാന അബൂഹുമാ സ്വാലിഹാ. 7 തലമുറകളിലേക്ക് ഒരു മനുഷ്യന്റെ നന്മയുടെ വേവ്സ്, അതിന്റെ അലയൊലികൾ കിട്ടുമെന്നാണ്. അതിന്റെ തിരമാല 7 തലമുറയിലേക്ക് ലഭിക്കും. ഈ ഭൂമിയിൽ സർവ്വ മനുഷ്യർക്കും നന്മ വേണം. എല്ലാവരും പറയുന്നതാണ്, this place has to be a better place to live. അല്ലേ? ഒരു നല്ല സ്ഥലമായിരിക്കണം, ജീവിക്കാൻ പറ്റുന്ന നാടായിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധർമ്മം എന്താണെന്നറിയോ? വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹുവിനെ വിശ്വസിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞ പോലെ അച്ചടക്കത്തിൽ ജീവിച്ച് മരിച്ചു പോവുക. 7 തലമുറകൾക്ക് ഇവിടെ സംരക്ഷണം ഉണ്ടാവും. 7 തലമുറകൾക്ക്. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും അറിയപ്പെടുന്ന മഹാനായ നേതാവ് മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്നല്ലാഹ യഹ്ഫദു ബിസ്വലാഹിൽ അബ്ദി വലദഹു. ഒരാൾ നന്നായാൽ ആ ആള് കാരണം അല്ലാഹു അവരുടെ മക്കളെയും വവലദ വലദിഹി അവരുടെ മക്കളുടെ മക്കളെയും വഇശ്റതഹു അവരുടെ ബന്ധുക്കളെയും വഅശീറതഹു എല്ലാ കുടുംബക്കാരെയും വഅഹല ദുവൈരിയാതിൻ ഹൗലഹു ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരെയും അല്ലാഹു സംരക്ഷിക്കും. ഒരു നല്ല മനുഷ്യനുണ്ടെങ്കിൽ ഒരു മഹല്ലിനെ അല്ലാഹു സംരക്ഷിക്കുന്നതായി. ആ മനുഷ്യൻ അവർക്കിടയിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു നാടിന് അല്ലാഹു സംരക്ഷണം കൊടുക്കും. ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത സംഗതിയാണ്. ആരാണ് നല്ല മനുഷ്യൻ എന്ന് പോലും നമുക്കറിഞ്ഞോളുന്നില്ല, പക്ഷെ അല്ലാഹുവിനറിയാം. അതുകൊണ്ട് ഒരു ഉമ്മത്തിന്, ഒരു നാടിന്, ഒരു സമൂഹത്തിന് ഒരു വലിയ നന്മ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ
സജ്ജനങ്ങളിൽ പെടണമേ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നല്ലാഹ യുഖ്ലിഫുൽ അബ്ദൽ മുഅ്മിന ഫീ വലദിഹി 80 ആമാ എന്ന് അല്ലാമ കഅബ് തങ്ങൾ പറയുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചുപോയാൽ അവരുടെ മക്കളെ 80 കൊല്ലം അല്ലാഹു സംരക്ഷിക്കും. പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വരണമെങ്കിൽ ആ സംരക്ഷണം റബ്ബ് എടുത്തു കളയണമെങ്കിൽ 80 കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അത്രയും വലിയ മഹത്വം. അതുകൊണ്ടാണ് നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല പട്ടിണി ഉണ്ടെങ്കിൽ പോലും പഴയ കാലത്തെ പട്ടിണി ഇല്ലല്ലോ. എന്തായാലും അല്ലേ? ഇപ്പൊ പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ ഷവർമ കിട്ടണില്ല, ബർഗർ തിന്നാൻ പറ്റണില്ല, ഇതൊക്കെ ഇപ്പത്തെ പട്ടിണി. പണ്ട് അതല്ല, കഞ്ഞിവെള്ളം കിട്ടൂല, അരിയുള്ള വറ്റുള്ള ഒരു കഞ്ഞി കിട്ടൂല അല്ലെ? സേനാവജിക്ക് അങ്ങനെയല്ലേ പഴയ കാലത്തൊക്കെ? പിന്നെ ചക്കയും മാങ്ങി കിട്ടി വയറച്ച് തിന്നെ അല്ലെ? ചോറ് തിന്നാൻ കിട്ടൂല. വളരെ കുറഞ്ഞ വീട്ടുകാർക്കേ ഉണ്ടാവുള്ളൂ അരിയും കഞ്ഞിയും ചോറൊക്കെ. ആ വീട്ടിൽ അവര് കുടിച്ചതിന്റെ ബാക്കി കഞ്ഞിവെള്ളം കുടിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അന്നൊക്കെ ദാരിദ്ര്യമുണ്ട്. ഇന്നൊന്നും അതൊന്നുമില്ല. മക്കൾക്ക് വേണ്ടാത്ത അതെനിക്ക് വേണ്ട, ഇത് എനിക്ക് വേണ്ട. കുട്ടികൾക്ക് പറ്റിയ ഭക്ഷണമില്ലാത്ത കുഴപ്പമാണ്. എന്ത് ഇഷ്ടം പോലെ ഭക്ഷണം ഒന്നും പറ്റണില്ല. നമ്മുടെ മക്കളെ അല്ലാഹു സംരക്ഷിച്ചത്, നമ്മളെ റബ്ബ് സംരക്ഷിച്ചത് നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയുടെ നന്മയാണ്. അവര് ചെയ്ത ദുആകളും അവരുടെ ഇബാദത്തും അവരുടെ സൂക്ഷ്മതയും അവർ ചെയ്ത ദിക്റും അവർ അല്ലാഹുവിന് വേണ്ടി ചെയ്ത ഇബാദത്തുകളും അത് കാരണമാണ് അല്ലാഹു നമ്മളെ ഇപ്പൊ സംരക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഗുണം കൊണ്ടല്ല, നമ്മുടെ വാപ്പമാരുടെ ഗുണം കൊണ്ടായിരിക്കണം. ആണ് അങ്ങനെയാണ് അർത്ഥത്തെ മഹാനായ കഅബ് തങ്ങൾ പറയുന്നത്. ഇന്നല്ലാഹ, ഹബീബ നബിയുടെ ഹദീസ് ഉണ്ട്, ഇന്നല്ലാഹ യദ്ഫഉ ബിൽ മുസ്ലിമി സ്വാലിഹി അൻ മിഅതി അഹ്ലി ബൈതിൻ മിൻ ജീറാനിഹി അൽ ബലാ. ഒരു മുഅ്മിനായ മനുഷ്യൻ, സ്വാലിഹായ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു വീട്ടിൽ ജീവിച്ചിരുന്നാൽ ആ വീടിന്റെ ചുറ്റുമുള്ള 100 വീട്ടുകാർക്ക് കടുത്ത പരീക്ഷണങ്ങളില്ലാതെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബറാനി അവരുടെ അൽ മുഅ്ജമുൽ ഔസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. സ്വഹീഹായ ഹദീസ്. 100 വീട്ടുകാർ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു സംരക്ഷിക്കും. ഒരു നല്ല മനുഷ്യൻ ആ മഹല്ലിലുണ്ടോ, ചുറ്റുവട്ടം 100 വീട്ടുകാർക്ക് മനസ്സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് സജ്ജനങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നില്ലാത്ത വിഷയം അതാണ്. റഅയ്തു സ്വലാഹൽ മർഇ യുസ്ലിഹു അഹ്ലഹു വയുഅദീഹി മുദാഉൽ ഫസാദി ഇദാ ഫസദ ويشرف في الدنيا بفضل صلاحه ويحفظ بعد الموت في الأهل والولد. സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ നന്മയാൽ നാടിൽ ഫസാദ് ഉണ്ടാവില്ല. ദുനിയാവിൽ അവരുടെ നന്മയാൽ അവർ മരിച്ചുപോയതിനു ശേഷവും അവരുടെ മക്കളിലും കുടുംബത്തിലും അല്ലാഹു സംരക്ഷണം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സംബന്ധിച്ച് മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നുണ്ട്, ഇത്തഖൂ ഗളബി, എന്റെ ദേഷ്യം നിങ്ങൾ ഭയപ്പെടണമേ. ഫഇന്ന ഗളബി യുദ്രികു ഇലാ സലാസതി ആബാ, 3 വാപ്പമാരിലേക്ക് എന്റെ ദേഷ്യം പോയേക്കാം. അതിന്റെ അലയൊലികൾ അവസാനിക്കൂല, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹു കാക്കട്ടെ. وأحبوا رضائي فإن رضائي يدرك في الأمة. എന്റെ റിളാ നിങ്ങൾ ഇഷ്ടപ്പെടണം, ഞാൻ തൃപ്തിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഞാൻ തൃപ്തിപ്പെട്ടാൽ ആ തൃപ്തി ഉമ്മത്തിന് തന്നെ ഉപകാരപ്പെടും. ഇന്നി ഇദാ ഉത്ഇതു റദീത്, ഞാൻ പറഞ്ഞ പോലെ എന്റെ മനുഷ്യർ എന്റെ സൃഷ്ടികൾ അനുസരിച്ചാൽ റദീതു, ഞാൻ തൃപ്തിപ്പെടും. വഇദാ റദീതു ബാറക്ത്, ഞാൻ തൃപ്തിപ്പെട്ടാൽ ഞാൻ ബറക്കത്ത് കൊടുക്കും. വലൈസ ലി ബറകതി നാഹിബ്, എന്റെ ബറക്കത്ത് എടുത്തു കളയാൻ ആരെക്കൊണ്ടും കഴിയില്ല. വഇദാ ഉസീതു, ഇവിടെ കള്ളുടിക്കേ, വ്യഭിചരിക്കേ, മയക്കുമരുന്നടിക്കേ, നിങ്ങൾക്ക് ആരും അറിയില്ല. അല്ലാഹു നിങ്ങളുടെ പരിസരങ്ങളിൽ അതിന്റെ ദുർഗന്ധം എത്തിക്കുമെന്ന്. സജ്ജനങ്ങൾക്ക് മുഖം നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ എന്നെ അനുസരിക്കാതിരുന്നാൽ ഗളിബ്തു, ഞാൻ ദേഷ്യപ്പെടും. വഇദാ ഗളിബ്തു ലഅൻതു, ഞാൻ ദേഷ്യപ്പെട്ടാൽ ഞാൻ ശപിക്കും. വലഅനതി തബ്ലുഗു സാബിഅ മിനൽ വലദ്, ആ ശാപത്തിന്റെ ഫലം നിങ്ങളുടെ 7 തലമുറയിലേക്ക് പോലും നിങ്ങൾക്ക് കാണേണ്ടി വരും.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുൽമ ചെയ്യാന്ന് പറഞ്ഞാൽ തിന്മ ചെയ്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ ദുൽമ. ഇന്ന ശിർക ലദുൽമുൻ അദീം. അതുകൊണ്ടാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബായ റസൂലിന്റെ മസ്ജിദുൻ നബവിയിൽ 60 കൊല്ലം ഇമാമിന്റെ പിന്നിൽ ആദ്യത്തെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് ഇമാം ചൊല്ലുമ്പോൾ ഞാൻ ഇമാമിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു എന്ന് ഹബീബായ നബിയുടെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ, ഏതെങ്കിലും നാട്ടിലെ പള്ളിയിലല്ല, മസ്ജിദുൻ നബവിയിൽ 60 കൊല്ലം ഇമാമിന്റെ പിന്നിൽ, ചില റിവായത്തിൽ 40 കൊല്ലം ഒരു നിസ്കാരം പോലും വിട്ടുപോകാതെ ഇമാമിന്റെ പിന്നിൽ ഒന്നാം തക്ബീറിന് ഹാജരായ മഹാനാണ് ഫുഖഹാഉ സബ്അ, 7 മഹാന്മാരായ പണ്ഡിതന്മാർ അറിയപ്പെടുന്ന മദീന കണ്ട ലോകം കണ്ട പ്രഗൽഭനായ ആലിമാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാൻ പറയാൻ, ഞാൻ സുന്നത്ത് നിസ്കരിക്കുമ്പോഴേ വിത്ർ നിസ്കരിക്കുകയാണ്, ഖിയാമുൽ ലൈലാണ്, തഹജ്ജുദ് നിസ്കാരമാണ് സങ്കല്പിച്ചോളൂ, വെറുതെ മുത്ലഖായ സുന്നത്ത്, ആ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ നിൽക്കുമ്പോൾ ഇന്നി ഉസല്ലി ഫഅദ്കുറു വലദീ, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോ എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വരും. ഫഅസീദു ഫീ സ്വലാത്തി, എന്റെ മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ നിസ്കാരം വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കും, വീണ്ടും നിസ്കരിക്കും കഴിയുന്നത്ര. എന്തിനെന്നറിയോ? എന്റെ ഈ നിസ്കാരം എന്റെ തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട്, എന്റെ മക്കൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുമല്ലോ, അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് താബിഈങ്ങളുടെ നേതാക്കന്മാരിൽ പെടുന്ന മഹാനാണ്. അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാരെ കണ്ട മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹ്. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക, ഫർള് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടണ്ട, അവിടെ ഇരിക്കുക, കുറച്ച് തസ്ബീഹ് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, ഇമാമ് ദ്വാരക്കുണ്ടോ ആ ദ്വായിലെങ്കിലും കൂടാ, 2 പേജെങ്കിലും 1 ജുസ്എങ്കിലും ഏതാനും വരികളെങ്കിലും ഖുർആൻ ഓതുക. ഭയങ്കര മനസ്സമാധാനമായിരിക്കും. നമ്മൾ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടുന്നത് സമാധാനം കിട്ടാനാണെങ്കിൽ അവിടെ ഇരിക്കുക വേണ്ടത്. പുറത്തിറങ്ങിയിട്ട് കാര്യമായ പണിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അകത്തിരുന്നിട്ട് കുറച്ചു നേരം സലാം വീട്ടിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ആലോചിച്ചൊരു വലിയൊരു മീറ്റിംഗ്, നിങ്ങളും ഒരു മിനിസ്റ്ററെ കാണാൻ വേണ്ടി പോവാന്ന് വിചാരിക്കുക, ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി ഞങ്ങള് ആ ടൈം കഴിഞ്ഞ് മുമ്പ് മീറ്റിംഗ് ക്ലോസ് ചെയ്താൽ ഉടനെ ചാടിയിട്ട് ഓടിപ്പോവുക ചെയ്യാം. കുറച്ചു നേരം ചുറ്റിപ്പറ്റി നിൽക്കൂലേ, ഒരു ഫോട്ടോ എടുക്കട്ടെ, അല്ലെങ്കിൽ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയട്ടെ, വേറൊരാളോട് പരിചയപ്പെടട്ടെ, അവിടെ ചുറ്റിപ്പറ്റി ഒരു 10 മിനിറ്റ് നിന്നിട്ടല്ലേ ഇറങ്ങി പോരുള്ളൂ. അല്ല അവിടെ നിന്ന് ഉടനെ തന്നെ വണ്ടി കയറി ബൈക്കെടുത്ത് ഓടിപ്പോലെ. അള്ളാഹുവിന്റെ അടുത്തുള്ള ഒരു മുനാജാത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മൾ ഇറങ്ങി ഓടുന്നത്? ഞാൻ അതാ ചോദിക്കുന്നത്. അത് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ ഈ ചെയ്യുന്നത്? വെറുതെ ഒരു ഫിസിക്കൽ എക്സസൈസ് പോലെ ചെയ്തിട്ടല്ലേ? അതിന്റെ ഒരു ആത്മീയത, അതിന്റെ ഒരു സ്പിരിച്വൽ വെൽം അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവിടെ ഇരിക്കുക, മനസ്സിന് സമാധാനം അള്ളാഹു ഇറക്കി തരും, ഖൽബിനൊരു കുളിർമ വരും, അത് കിട്ടിയിട്ട് എഴുന്നേറ്റ് പോരാ. സമാധാനം അള്ളാഹു തരാൻ വിചാരിച്ച നമ്മുടെ മുസല്ലകളിലാണ്, നമ്മൾ നിസ്കരിക്കുന്നിടത്താണ്, നമ്മുടെ നിസ്കാരപ്പായയിലാണ് അള്ളാഹു സമാധാനം ഇറക്കി തരാന്ന് പറഞ്ഞത്. നമ്മുടെ നിസ്കാരപ്പായില, ഷോപ്പിംഗ് മാളിലല്ല. സമാധാനം റബ്ബ് തന്നത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി വുദു എടുത്ത് നിസ്കരിക്കുന്നിടത്താണ്. എവിടെയല്ല ഏതെങ്കിലും വല്ല എന്റർടൈൻമെന്റ് നടക്കുന്നിടത്തല്ല. സമാധാനം വിധിക്കലില്ല, അള്ളാഹുവിന്റെ ദിക്റിലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ഇത് നൽകുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾ സജ്ജനങ്ങളാകുന്നതോടുകൂടെ അവരുടെ 7 തലമുറകളിലേക്ക് നന്മകൾ ലഭിക്കുമെന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന കറാമത്താണ് എന്ന് മനസ്സിലാക്കണം. എന്തല്ല, അള്ളാഹു നിർബന്ധമായ വിഷയമല്ല. ഈ ഹദീസിനെ നമ്മൾ ഒന്നുകൂടെ ആഴത്തിലൊന്ന് പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഒന്ന് സ്വലാത്ത് ചൊല്ലി ഇരുന്നാൽ എന്താ കുഴപ്പമില്ലല്ലോ. ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. എല്ലാവർക്കും വെള്ളം കിട്ടിയില്ലേ?
بسم الله الرحمن الرحيم ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. നമ്മൾ നന്നായാൽ നമ്മൾ കാരണം ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ മക്കൾക്ക് 7 തലമുറകളിലേക്ക് അല്ലാഹു അതിന്റെ നന്മ കൊടുക്കും എന്ന് പറഞ്ഞത് അല്ലാഹു ചില സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന കറാമത്താണ്, അല്ലാഹു നൽകുന്ന ബഹുമാനമാണ്, ആദരവാണ്. എന്ന് വെച്ചാൽ വാപ്പ നന്നായി മക്കൾ മോശാവൂല എന്നതിനർത്ഥമുണ്ടോ? അർത്ഥല്ല. അല്ലാഹു നൽകുന്നൊരു ബഹുമാനമാണ്. ആ കറാമത്തിന് പകരം ഒരുപക്ഷെ അല്ലാഹു അവിടെ ഒരു പരീക്ഷണം കൊടുത്തേക്കും. വാപ്പ നല്ല മനുഷ്യനാണ്, മകൻ കള്ളൂടിയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സംഭവിക്കൂലേ? വാപ്പ നല്ല നിസ്കാരമാണ്, ഉമ്മ നല്ല നിസ്കരിക്കുന്ന ഉമ്മയാണ്, പക്ഷെ മക്കൾ നിസ്കരിക്കൂല, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സംഭവിക്കോ? സംഭവിക്കും. وأنه سبحانه هو الفاعل الحقيقي المتفضل بحفظ الولد وإصلاحه وقد لا يكرم بعض الصالحين بهذه الكرامة إشارة إلى أنه لا يجب على الله شيء. في حديثنا بشديرك حديث من المال وقد لا يكرم بعض الصالحين بهذه الكرامة. ചില സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു ഈ ഒരു ബഹുമാനം കൊടുക്കാതിരിക്കാം. എങ്ങനെ? ആള് നല്ല മനുഷ്യനാ, പക്ഷെ മക്കളിലോ തലമുറയിലോ അതിന്റെ ഖൈർ കാണുന്നില്ല. അങ്ങനെ സംഭവിക്കാം. എന്തിന്? ഇശാറതൻ ഇലാ അന്നഹു ലാ യജിബു അലാ അല്ലാഹി തആല ശൈഅ. അല്ലാഹുക്ക് ഒന്നും നിർബന്ധമല്ല എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു ചെയ്യും. ഇങ്ങനെ സ്വാലിഹായാൽ മക്കളെ നിർബന്ധമായും അല്ലാഹു സംരക്ഷിക്കുമെന്നുണ്ടോ? അല്ലാഹുക്ക് നിർബന്ധമുണ്ടോ? എന്തും ഇല്ല. അള്ളാഹുവിന്റെ നിർബന്ധമുള്ള വിഷയമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ നമ്മളൊക്കെ. അള്ളാഹുവെ ഇഷ്ടമുള്ള വിധത്തിൽ അള്ളാഹു നമ്മളിൽ ഇടപെടാം. അള്ളാഹുവിനെ ഇടപെടുത്താൻ റബ്ബിന് അധികാരമുണ്ട്, റബ്ബിന് പറ്റും ചെയ്യും. അത് മാത്രമല്ല, മക്കള് നന്നാവുന്നത് വാപ്പ നന്നായതിന്റെ പേരിൽ മക്കള് നന്നായി എന്ന് പറയാതിരിക്കാനും മക്കളെ നന്നാക്കുന്നത് ആ സ്വലാഹ് നൽകുന്നത് അള്ളാഹുവാണ്. وأنه سبحانه هو الفاعل الحقيقي المتفضل بحفظ الولد وإصلاحه. മക്കളെ സംരക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്, റബ്ബ് തആലയാണ്. അല്ലാഹു റബ്ബ് തആലയാണ് മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാഹു നൽകുന്ന തൗഫീഖാണത്, റബ്ബിന്റെ ഇടപെടലാണ്. എന്തല്ല, വാപ്പ ചെയ്തതല്ല, അത് വാപ്പ ചെയ്തതല്ല, അല്ലാഹു ചെയ്തതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയും അല്ലാഹു ചില വാപ്പമാർക്കെങ്കിലും അവരുടെ മക്കളിലൂടെ പരീക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അൽ അദബു അദബുല്ലാഹ് ലാ അദബുൽ ആബാഇ വൽ ഉമ്മഹാത്ത് വൽ ഖൈറു ഖൈറുല്ലാഹ് ലാ ഖൈറുൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ചില മക്കളെ കാണുമ്പോൾ പറയും നല്ല അദബുള്ള മക്കള്, നല്ല ഖൈറുള്ള വീട്ടുകാര്. ഇമാം മാലിക് എന്നവര് പറയാ അൽ അദബു അദബുല്ലാഹ്. മാലിക്കി മദ്ഹബിന്റെ ഇമാമാണിത്. മുസ്ലിം ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇൻ സഹഹ തഅബീർ സാഹിബുൽ മുവത്ത, മുവത്ത എന്ന കിതാബിന്റെ ഫിഖ്ഹും ഹദീസും ഉള്ള കിതാബ്, അതുകൊണ്ട് ഫിഖഹിന്റെ ഹദീസിന്റെ കിതാബായിട്ട് മാത്രം അറിയപ്പെടുന്നില്ല എന്ന് മാത്രം. സാഹിബുൽ മുവത്ത ഇമാമു ദാരിൽ ഹിജ്റ മദീന എന്ന പുണ്യ നബി തങ്ങൾ ഇഷ്ടപ്പെട്ട നാടിലെ ഏറ്റവും അറിയപ്പെടുന്ന ലോകമറിയപ്പെട്ട ആലിം ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. 100ഓളം സ്വഹാബിമാരെ കണ്ട താബിഈയാണ് അവര്. അൽ അദബു അദബുല്ലാഹ്, അച്ചടക്കം എന്നത് അല്ലാഹു നൽകുന്നതാണ്. വൽ ഖൈറു ഖൈറുല്ലാഹ്, ഖൈർ എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന ഖൈറാണ്. പിന്നെ എന്തല്ല, ലാ അദബുൽ ആബാഇ വൽ ഉമ്മഹാത്ത്, ഉമ്മമാരോ വാപ്പമാരോ അദബ് പഠിപ്പിക്കുന്നതല്ല യഥാർത്ഥത്തിൽ അദബായി വരുന്നത്. അതതിന്റെ കാരണമാണ്. കൊടുക്കുന്നതാരാ? വാപ്പ അത് കൊടുത്തു, ഉമ്മ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഉമ്മ മാതൃകയാണ്, വാപ്പ മാതൃകയാണ്.
ഉമ്മയും വാപ്പയും അതിന്റെ കാരണക്കാരാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ കിട്ടിയത് ആരിൽ നിന്നാണ്? അല്ലാഹുവിൽ നിന്നാണ്. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ എന്റെ ഉള്ളിൽ കിടക്കുന്ന ചില വിഷയങ്ങളെ മഹാന്മാര്, അതും തസൗഫിന്റെ ആലിമീങ്ങൾ, അവരാണ് ഈ ചർച്ചകളൊക്കെ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അൽ അദബു അദബുല്ലാഹ് ലാ അദബുൽ ആബാഇ വൽ ഉമ്മഹാത്ത്. അദബ് എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്നതാണ്, ഉമ്മയും വാപ്പയും നൽകുന്നതല്ല. വൽ ഖൈറു ഖൈറുല്ലാഹ് ലാ ഖൈറുൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ഖൈർ എന്ന് പറയുന്നത് അല്ലാഹ് നൽകുന്നതാണ്, ഉമ്മയും വാപ്പയും നൽകുന്നതല്ല. അവരതിന്റെ കാരണക്കാര് മാത്രമാണ്. കിട്ടുന്നത് ആരാ തരുന്നത്? അതുകൊണ്ടാണ് ദുആ ഇറക്കാൻ പറഞ്ഞത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നീ ഓശാരമായി നൽകണമേ. ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, എന്റെ ഭാര്യയിൽ, പെണ്ണ് പറയുമ്പോ എന്റെ ഭർത്താവിൽ, വദുർരിയാതിനാ, നീ ഞങ്ങൾക്ക് നൽകിയ മക്കളിൽ അല്ലെങ്കിൽ നൽകാൻ പോകുന്ന മക്കളിൽ എന്ത് തരണം? ഖുർറത അയുനിൻ, കണ്ണിന്റെ കുളിർമ. കൺകുളിർമ എന്ന് പറഞ്ഞാൽ സന്തോഷം, സന്തോഷം നൽകണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, ശൈഖുൽ അംബിയ, ആദം നബി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ റസൂൽ ആരാണ്? നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ആദം നബിന്റെ നൂഹ് നബിയുടെ ഇടയിൽ ഒരു നബിയുണ്ട്, ഇദ്രീസ്, നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം. നബിയും റസൂലും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ പറയുമ്പോൾ ഒറ്റയ്ക്ക് നബി റസൂലൊക്കെ ഒന്ന് തന്നെ, പക്ഷെ അത് രണ്ടും രണ്ടായി പറയുന്ന ഘട്ടങ്ങളുണ്ട്. മുസ്ലിമും മുഅ്മിനും കേൾക്കുമ്പോൾ ഒന്ന് തന്നെ തോന്നും, പക്ഷെ രണ്ടും ഒരുമിച്ച് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അവിടെ. അതുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അവിടെ വ്യത്യാസമുണ്ട്. അത് പല ക്ലാസ്സും ചർച്ച ചെയ്താണ്, നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. قال يا نوح إنه ليس من أهلك إنه عمل غير صالح. നൂഹ് നബിക്ക് 4 മക്കളാണ്, കൻആൻ, യാഫിർ, ഹാഫിർ, സാം. ഈ 4 മക്കളാണ്, 4 ആൺകുട്ടികളാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്. അതിൽ കൻആൻ കാഫിറായി മരിച്ചുപോയ മോൻ, കാഫിറായി മരിച്ചുപോയി. നബിയാണെങ്കിലോ 950 കൊല്ലം ദഅവത്ത് ചെയ്ത നബിയാണ്. മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും വലിയ ആയുസ്സിന്റെ ഉടമയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. അല്ലാഹ് പറഞ്ഞു എന്താണ് മോനെ കുറിച്ച് പറഞ്ഞത്? ഖാല യാ നൂഹ്, നൂഹ് നബിയേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിങ്ങളുടെ വീട്ടുകാരനല്ല കേട്ടോ കൻആൻ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. ചില ഒരു നാദിറായ റിവായത്തുണ്ട്, ഇന്നഹു അമില ഗൈറ സാലിഹ്. അവിടെ പ്രബലമായ ഖിറാഅത്ത് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. ഖാല യാ നൂഹ്, നൂഹ് നബിയേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഈ കുട്ടി നിങ്ങളുടെ മോന് അല്ല, നിങ്ങളുടെ കുടുംബക്കാരനല്ല, നിങ്ങളുടെ ബന്ധുവല്ല, നിങ്ങളുടെ വീട്ടുകാരനുമല്ല. അങ്ങനെ ഫിസിക്കൽ ഫാദറാണ്, ബയോളജിക്കൽ ഫാദറാണ്. പക്ഷേ ദീനിൽ, സ്പിരിച്വലി മകനെന്ന് പറയാൻ പറ്റില്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. നൂഹ് നബിയേ, മകൻ മോശപ്പെട്ട പ്രവൃത്തിയാണ്. ആരുടെ മോനായത്? നൂഹ് നബി അലൈഹിസ്സലാം. എന്തിനാണ് ചെയ്യുന്നറിയോ? വാപ്പ നന്നായാൽ അത് കാരണം മക്കള് നന്നാവണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുള്ള വിഷയമല്ല. അള്ളാഹു തആല പരീക്ഷണത്തിന് ചില ആളുകൾ അങ്ങനെയും വിടാറുണ്ട്. പരീക്ഷണങ്ങൾ നടക്കും, അതിന് ക്ഷമിച്ച കൂലി വേറെ കിട്ടും, അത് വേറെ വിഷയം. പക്ഷേ അള്ളാഹുവിനൊന്നും നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കി തരാൻ. ഇദാ ത്വാബ അസ്ലുൽ മർഇ ത്വാബത് ഫുറൂഉഹു ومن عجب جاءت يد الشوك بالورد وقد يخبث الفرع الذي طاب أصله ليظهر صنع الله في العكس والطرد. എന്തേ അങ്ങനെ സംഭവിച്ചത്? മതിയോ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അദാബ് കിട്ടിയ പെണ്ണപ്പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط
كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ട് പെണ്ണുങ്ങളെയാണ് അല്ലാഹു അവിശ്വാസികൾക്ക് ഉദാഹരണം പറഞ്ഞത്. മറ്റാരുമല്ല, രണ്ട് നബിമാരുടെ ഭാര്യമാർ. ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ലൂത്ത് നബിയുടെ ഭാര്യ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. അല്ലാഹുവിന്റെ പരീക്ഷണം സംഭവിച്ചു. നൂഹ് നബിന്റെ ഭാര്യ നമീമത്ത് പറഞ്ഞിരുന്നു. ഞാൻ യേശുവിനെ പറയാം, ഭർത്താവിനെ പറഞ്ഞ് കുറ്റം പറഞ്ഞാലല്ല. ലൂത്ത് നബിയുടെ ഭാര്യയാണെങ്കിലോ ഹോമോസെക്ഷലുകൾ അവരുടെ നാട്ടുകാര്. അപ്പൊ ലൂത്ത് നബിന്റെ അടുത്ത് ഏതെങ്കിലും അതിഥികൾ വന്നാൽ അപ്പൊ പെണ്ണാണ് നാട്ടുകാർക്ക് മെസ്സേജ് കൊടുക്കുക, ഇവിടെ അവിടെ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ തിന്മ ചെയ്യാൻ പിമ്പായി വർക്ക് ചെയ്തിരുന്ന പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ. അവരുടെ സ്ഥലം ജോർഡാനിന്റെ അടുത്താണ്, ചാവുകടലിന്റെ ഭാഗത്താണ്, ഡെഡ് സീയുടെ തൊട്ടടുത്ത് ലൂത്ത് നബി താമസിച്ച സ്ഥലം. നൂഹ് നബി മെസൊപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ ഇറാഖ്. നൂഹ് നബിയുടെ നാട് ഇറാഖാണ്. ഏതായിരുന്ന ഒരു നല്ല രസമുള്ള ഒരു കവിതയാണ് അല്ലാമ ഖുത്ബുദ്ദീനുൽ ഖസ്സലാനി തങ്ങളുടെ കവിതയാണിത്. ബൈത്താണ് ഞാൻ ചൊല്ലിയത്. ഇമാം ഖസ്സലാനി തങ്ങളുടെ ഇദാ ത്വാബ അസ്ലുൽ മർഇ ത്വാബത് ഫുറൂഉഹു. ഒരു വൃക്ഷത്തിന്റെ വേരുകൾ നന്നായാൽ അതിന്റെ ശിഖരങ്ങൾ, കൊമ്പുകൾ നന്നാവും. വേരൂന്നിയാൽ ചെടിയായിട്ട് വളരും. വാപ്പ നന്നായാൽ മക്കൾ നന്നാവും. വമിൻ ആജബിൻ, എന്നാൽ അത്ഭുതമാണ്, ജാഅത് യദുശൗകി ബിൽ വർദി. പൂവിന്റെ കൂടെ മുള്ള് വരുന്നത് അത്ഭുതമാണല്ലോ. നല്ല രസമുള്ള പൂവാണ്, വാസനിക്കാനും തൊട്ടു നോക്കാനും തോന്നുന്നുണ്ട്. പക്ഷെ തൊട്ട കയ്യിലൊക്കെ അങ്ങനെ കാണുന്നില്ലേ? നല്ല ഉമ്മയാണ്, പക്ഷെ അവർക്ക് താഴെ വരുന്ന മക്കള് മുള്ളുകളാണ്. അങ്ങനെ സംഭവിക്കും. എന്തിനാണത്? നല്ല വാപ്പയാണ്, ഉമ്മയാണ്, എന്നാൽ അവരുടെ മക്കൾ മോശമായി പോകും. എന്തിനെന്നറിയോ? അല്ലാഹു തആലാക്ക് ഇതെല്ലാം സാധ്യമാകുമെന്നും അല്ലാഹു പരീക്ഷണാർത്ഥം അവന്റെ സജ്ജനങ്ങളെ മക്കളിലൂടെ പരീക്ഷിക്കുന്നുണ്ട് എന്നും അല്ലാഹു പഠിപ്പിക്കുകയാണ്. നൂഹ് നബിയുടെ മകൻ കൻആൻ, ലൂത്ത് നബിയുടെ ഭാര്യയും നൂഹ് നബിയുടെ ഭാര്യയും അവര് മോശക്കാരായി മാറുന്നു. എന്നാൽ മോശക്കാരായ വാപ്പയിൽ നിന്ന് നല്ല മക്കളുണ്ടായില്ലേ? അബൂജഹലിൽ നിന്ന്, അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് പറയേണ്ടി വന്നു. അത്ര ദുൽമ ചെയ്ത ആളാണ് ഫിർഔനു ഹാദിഹിൽ ഉമ്മ. ആയിരക്കണക്കിന് ആളുകളെ ഈജിപ്തിൽ ചുട്ടുകൊന്ന മനുഷ്യനാണ് ഫിർഔൻ. റംസീസ് രണ്ടാമൻ, അവന്റെ ഡെഡ് ബോഡി മ്യൂസിയത്തിലുണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ. പലരും കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്. ളാലിമ, കണ്ട പച്ച പാവായി കിടക്കുന്നുണ്ട്. എന്തൊരു ളാലിമ! അന്നാറു യുറദൂന അലൈഹാ ഉദുവൻ വഅശിയ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. അങ്ങനത്തെ ഫിർഔൻ. അബൂജഹലിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ ഈ ഉമ്മത്തിന്റെ ഫിർഔനാണ്. അംർ ഇബ്നു ഹിഷാം ഖുറൈശിയാണ്. എന്ത് കാര്യം? അയാളുടെ വീട്ടിൽ നിന്നാണ് ഈമാനിന്റെ ചുണക്കുട്ടി വന്നത്. ആരെന്നറിയോ? ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. നോക്കണേ, ഇന്ന് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. വലിയ ദീനിനെ അത്രയും ആക്ഷേപിച്ച്, പരിഹസിച്ച്, ചീത്ത വിളിച്ച്, കൊലവിളി നടത്തി
നമ്മുടെ അസ്തിത്വവും നമ്മുടെ രാജ്യസ്നേഹവും ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹി എന്ന് പറയും. അങ്ങനെ പറയുന്നവരുടെ ചുറ്റുവട്ടങ്ങളിൽ അവരുടെ വീടിന്റെ ഉള്ളിൽ ഈമാൻ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമാണ്. മക്കൾക്ക് പേടിച്ചിട്ട് ചെയ്യാതിരുന്നൂടെ? പക്ഷെ അള്ളാഹു അവർക്ക് ധൈര്യം കൊടുക്കും. എന്തിനാ? അബൂജഹലിന്റെ വീട്ടിൽ നിന്നാണ് ഇക്രിമ തങ്ങൾ വന്നത്. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു അബാ, എന്റെ ഇക്രിമയുടെ വാപ്പയെ ചീത്ത പറയരുതേ. ആരാ ഇക്രിമന്റെ വാപ്പ? അബൂജഹല. ഫഇന്ന സബ്ബൽ മയ്യിതി മയ്യത്തിനെ ചീത്ത പറഞ്ഞാൽ അത് ആ മയ്യത്തിന് അറിയുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാകും. തങ്ങൾക്കറിയാം, ഇക്രിമ തങ്ങൾ കലിമ ചൊല്ലി മുസ്ലിം ആവാൻ പോകുന്നുണ്ട്. തങ്ങൾ അതേ പറഞ്ഞു കൊടുത്തു. എന്നാൽ അബൂജഹലിന്റെ മോനോട് എന്റെ വാപ്പല്ല അങ്ങനെ ചെയ്ത്, റസൂലുള്ളാഹിനെ എങ്ങനെ ചെയ്തത് ഒന്നും പറയാൻ നിൽക്കരുതേ, ഇക്രിമ മുഅ്മിനായി വരുന്നുണ്ട് എന്ന് ഹബീബായ നബി സൂചിപ്പിക്കുമായിരുന്നു. വലീദ് ഇബ്നു ഉഖബ ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശി നേതാക്കളുടെ നേതാവാണ് വലീദ്. വലീദിന്റെ വീട്ടിൽ നിന്നൊരു സ്വഹാബി വന്നില്ലേ? ആരാത്? ഖാലിദ് ഇബ്നുൽ വലീദ്, സൈഫുല്ലാഹി എന്ന നബി തങ്ങൾ പേരിട്ട ദീനിന്റെ ചുണക്കുട്ടി ഖാലിദ് റളിയല്ലാഹു അൻഹു. മുഅ്തയിലും യമാമയിലും ഖാദിസി അടക്കമുള്ള യുദ്ധങ്ങളിൽ ദീനിന് നേതൃത്വം കൊടുത്ത മഹാൻ ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിഖുകളുടെ നേതാവാണ്. അയാളുടെ വിഷയത്തിലാണ് വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അതിൽ അഹങ്കാരിയായ മനുഷ്യനുണ്ടാകുമെന്ന് നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പറയാൻ പാടില്ലാത്തത് മദീനയിൽ ഗോസിപ്പ് പറഞ്ഞു നടന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, കാഫിറുകളെ ശിക്ഷിച്ചതിന്റെയും താഴെ നരകത്തിന്റെ ഏറ്റവും വലിയ ചൂടിലാണ് മുനാഫിക്കുകൾ കിടക്കുന്നത്. ആ മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. പേരല്ല പേര് അബ്ദുള്ള, എന്താ കാട്ടുന്നത്? ഉബയ്യ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ അതേ ചോരയിൽ ദീനിന്റെ ചുണക്കുട്ടിയുള്ള സ്വഹാബി അല്ലാഹു നൽകി. ആ സ്വഹാബിന്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. പാപ്പാന്റെ പേര് അബ്ദുള്ള, മോന്റെ പേര് അബ്ദുള്ള. മകൻ അബ്ദുള്ള സ്വഹാബിയാണ്, വാപ്പ അബ്ദുള്ള നരകത്തിന്റെ തട്ടിലാണ് എന്ന് ഖുർആൻ എത്ര തവണ പറഞ്ഞു. അങ്ങനെ സംഭവിക്കും. അല്ലാഹുവിന്റെ രീതികളാണ്, റബ്ബിന്റെ തർത്തീബുകളാണ്. എന്തിനെന്നറിയോ? നമ്മോട് ദുആരക്കാൻ വേണ്ടി പറയാം. ഫറോവയുടെ ഞാനാണ് പടച്ചതമ്പുരാൻ, ഞാനാണ് വലിയ ആള് എന്നല്ല പറഞ്ഞത്. അന റബ്ബുകുമുൽ അഅ്ലാ, നിങ്ങൾക്ക് പടച്ചോന്മാരുണ്ടെങ്കിൽ, ദൈവങ്ങളുണ്ടെങ്കിൽ ഐ ആം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ദം, ഞാൻ അതിൽ ഏറ്റവും വലിയ തമ്പുരാനാണ് എന്ന് പറഞ്ഞ ഫറോവയുടെ കൂടെ ബെഡിൽ കഴിഞ്ഞ വിവാഹിതയായി ജീവിച്ച, ഭാര്യയായി ജീവിച്ച ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹാ. ആസിയ ബീവി മുഅ്മിനത്തല്ലേ? ഭർത്താവ് തോന്നിവാസിയായത് ആസിയ ബീവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പയാണ് ആസർ എന്ന് പറയും, അല്ല താറഖാണെന്ന് പറയും. അലാ കിൽത റിവായതൈൻ. ആസർ എന്ന മനുഷ്യൻ ബഹുദൈവ ആരാധന ചെയ്ത് ബിംബുണ്ടാക്കി വിറ്റ ആളാണ്. പക്ഷേ ഇബ്രാഹിം നബി നബിയല്ലേ, ഖലീലുർ റഹ്മാൻ. നോക്കണേ, വാപ്പ ബിംബം വെക്കുന്ന ആള്, മകനാണെങ്കിൽ അല്ലാഹുവിന്റെ ഖലീൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഹിക്മത്തുകളാണ്. ومن عجب جاءت يد الشوك بالولد. ഇത് അത്ഭുതമാണ്. വാപ്പ നന്നാകുമ്പോൾ മക്കൾ മോശമാകുന്നവരുണ്ട്, വാപ്പമാര് മോശമാകുമ്പോൾ മക്കൾ നന്നാവുന്നവരുണ്ട്. എന്തേ കാരണം എന്നറിയോ? യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. അതിനു മുമ്പ് നമ്മുടെ പഴയ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ ദ്വാരക്കും പറയും, അല്ലാഹുവേ നിന്റെ റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് നാളെ കൂട്ടിത്തരേണമേ. എന്താണ് സംഭവം മനസ്സിലാക്കുന്നത്? തൃക്കല്യാണം എന്ന് പറഞ്ഞത് നാളത്തെ റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് ഞങ്ങളെ കൂട്ടിത്തരേണമേ. ഇപ്പൊ അങ്ങനെ ഒന്നും ദ്വാരക്കാറില്ല, അല്ലെ കേൾക്കാറില്ല, കുറവാണ്. പഴയ ഉസ്താദ്മാർ അങ്ങനെ ദ്വാരക്കല്, റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് കൂട്ടിത്തരേണമേ. തിരുകല്യാണം എന്തായാലും അർത്ഥം അറിയാം. ഈ ആസിയ ബീവി, ഫറോവക്ക് മക്കളുണ്ടായിട്ടില്ല ആസിയ ബീവിയിൽ. ആസിയ ബീവിയെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്യുമെന്ന് ഹദീസുണ്ട് സ്വർഗത്തിൽ വെച്ച്.
റസൂലുള്ളാഹി തങ്ങൾ ആസിയ ബീവിയെ വിവാഹം ചെയ്യുന്ന ആ തിരുകല്യാണത്തിന് പോകാനുള്ള തൗഫീഖ് തരണേ പടച്ചോനെ എന്നാണ് ആ പറഞ്ഞ ദുആന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് കൂട്ടിത്തരയണമേ എന്ന് പറഞ്ഞാൽ തിരുകല്യാണം, ആ ബഹുമാനപ്പെട്ട വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും. തങ്ങൾ ആസിയ ബീവി വിവാഹം ചെയ്യുമെന്നാണ് ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ. ഫറോവന്റെ ദുൽമ കൊണ്ട് ശരീരത്തിലാകമാനം ചുട്ടുപഴുത്ത കുന്തം കൊണ്ട് കുത്തി ഇറക്കി മുറിവുകളാക്കി ചോര ചിന്തി മരിച്ച മഹദിയാണ് ആസിയ റളിയല്ലാഹു അൻഹ. അപ്പോൾ മഹദി പറഞ്ഞു, റബ്ബേ, ഫറോവയുടെ കൊട്ടാരമാണ്, എനിക്കിതൊന്നും വേണ്ട, നാളെ നിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം. സഅലത്തിൽ ജിവാറ ഖബല അദ്ദാർ, വീട് വേണം സ്വർഗത്തിൽ, അത് നിന്റെ അടുത്ത്. അങ്ങനെയല്ല, നിന്റെ അടുത്ത് ഒരു വീട്. ആദ്യം അല്ലാഹനെയാ ചോദിച്ചത്, ചോനെ നിന്റെ അടുത്ത് എനിക്ക് എത്തണം, അവിടെ ഒരു വീട്. സഅലത്തിൽ ജാർ ഖബല അദ്ദാർ, അതാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. അല്ലാഹു തആല മയ്യിത്തിൽ നിന്ന് ജീവനെ കൊണ്ടുവരുന്നവനാണ്, ജീവനിൽ നിന്ന് മയ്യിത്തിനെയും അല്ലാഹുവിന് കൊണ്ടുവരാൻ കഴിയും. അതിന് തഫ്സീർ കൊടുത്തെന്താണെന്നറിയോ? ഐ അൽ മുഅ്മിന മിനൽ കാഫിർ, പടച്ചവനില്ല എന്ന് നിഷേധിക്കുന്ന ആളിൽ നിന്ന് വിശ്വാസിയായ മുഅ്മിന് വരാനും അല്ലാഹു കഴിയും. വൽ കാഫിറ മിനൽ മുഅ്മിൻ, നല്ല വാപ്പയാണ് മക്കൾ നിരീശ്വരവാദിയായി എന്ന് വരും, അങ്ങനെയും സംഭവിക്കും. ജീവനുള്ളതെന്ന് മയ്യിത്ത് എന്ന് പറഞ്ഞ ജീവനുള്ളത് മുഅ്മിൻ, മയ്യിത്ത് പടച്ചവനെ നിഷേധിക്കുന്നവർ, ദൈവത്തെ നിഷേധിക്കുന്നവർ. മയ്യത്തിൽ നിന്നും ജീവൻ, കുഫറിൽ നിന്ന് ഈമാൻ, ഇതിങ്ങനെ അർത്ഥം അതിന്. മുഅ്മിൻ എന്ന് പറയുന്നത് അബ്ദുൻ ഹയ്യുൽ ഫുആദ്, മനസ്സ് ജീവിച്ചിരിക്കുന്ന ആളാണ് വിശ്വാസി. കാഫിർ എന്ന് പറഞ്ഞാൽ, അവിശ്വാസി എന്ന് പറയുന്നത് മയ്യിത്തുൽ ഫുആദ്, പടച്ചവനില്ല, ഈ കണ്ടു കാണുന്ന ലോകത്തെ സൃഷ്ടിച്ച ആളില്ല, ഇത് വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്ന ആൾ മയ്യിത്തുൽ ഫുആദ്, മനസ്സ് മരിച്ചവരാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, എത്രയോ അങ്ങനെ ഉണ്ടാവും. അപ്പാരുമാരൊന്നും മുസ്ലിം ആയിട്ടുണ്ടാവില്ല, മക്കൾ മുസ്ലിം ആയിട്ടുണ്ടാവും. ഉമ്മയും വാപ്പയും മുസ്ലിമാണ്, മക്കൾ നിസ്കാരമില്ല, ഒന്നുമില്ല, ഏതോ ജാതിയായിട്ട് നടക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നില്ലേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് നിബിതങ്ങൾ കടന്നു വന്നപ്പോൾ, നിബിതങ്ങളുടെ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് നിബിതങ്ങൾ കടന്നു വന്നപ്പോ ഫഇദാ ഹുവ ബിംറഅത്തിൻ ഹസനത്തിൽ ഹൈആ, നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ആ വീട്ടിലുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ. അല്ലാമ ഇബ്നു സഅദ് അവരുടെ തബഖാത്തുൽ കുബ്രയിൽ ഈ ചരിത്രം ഉദ്ധരിക്കുകയാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മൻ ഹാദിഹി, ഇവരാരാ? നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അത്ര അടുത്ത ആൾക്കാരല്ലേ അവിടെ ഉണ്ടാവുള്ളൂ, പക്ഷെ തങ്ങൾക്ക് അവരറിയില്ല. മൻ ഹാദിഹി, ഈ മുഖഭംഗിയുള്ള നല്ല സൗന്ദര്യമുള്ള ഈ പെണ്ണ് ആരാണ്? അവര് പറഞ്ഞു, ഇഹ്ദാ ഖാലാതിക്, നബിയേ, അങ്ങയുടെ ഉമ്മയുടെ കുടുംബക്കാരിയാണ്, അങ്ങയുടെ ഉമ്മയുടെ സഹോദരിയാണ്. എന്റെ ഉമ്മന്റെ സഹോദരിയോ? അവരൊക്കെ വലിയ ബനു സഖീഫ്, വലിയ ഗോത്രക്കാരല്ലേ? തങ്ങൾ പറഞ്ഞു, ഇന്ന ഖാലാതി ബിഹാദിഹിൽ അർദി ലഗറായിബ് വഅയ്യു ഖാലാതി ഹാദിഹി, എന്റെ ഉമ്മയുടെ സഹോദരിമാർ, എന്റെ ഉമ്മയുടെ കുടുംബക്കാർ ഈ നാട്ടിൽ ഒരുപാടുണ്ട്, എനിക്ക് പോലും അറിയില്ല, ഇത് ആരാണ് എന്ന് പറഞ്ഞു തരൂ. അവര് പറഞ്ഞു,